ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ലെറ്റ്സ് മേക്ക് യമനി മന്തി. ആദ്യം നമുക്ക് ഒരു മസാല കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സ്പൈസസുകളാണ്: 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ സാദാ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ക്ലോ ഗാർലിക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് നന്നായി മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് സാഫ്രോൺ കളർ ചേർക്കാം. സാഫ്രോൺ കളർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത മസാല നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് വിത്ത് സ്കിന്ന്. വെള്ളമൊക്കെ ഊറിയതിന് ശേഷം നമുക്ക് ഈ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനിൽ കുറച്ച് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയാണ്. അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ മിനിമം 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മുടെ റൈസ് റെഡിയാക്കാം. ഒരു പാത്രം എടുത്ത് ചൂടായതിന് ശേഷം നമുക്കതിലേക്കൊരു 1/2 ഗ്ലാസോളം എണ്ണ ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കനോല ഓയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയൊരു സവാള തിന്നായി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഗാർലിക് ചേർക്കാം. ഞാനൊരു 4-5 ക്ലോസാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ 4-5 പച്ചമുളകും. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഡ്രൈ സ്പൈസസുകൾ ചേർക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ. അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഗ്ലാസ് കഴുകി വെച്ച ബസ്മതി റൈസ് ചേർക്കാം. സോക്ക് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കഴുകി വെള്ളമൂരിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം, നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പോലെ. 5 മിനിറ്റ്സിന് ശേഷം ഞാനിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. ഞാൻ 2 ലെയറാണ് അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തത്, കാരണം നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കണം. അതിനുശേഷം ഈ ഫോയിലിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് എന്ന് വെച്ചാൽ കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ മാക്സിമം ഹോൾസ് ഇട്ട് കൊടുക്കാൻ നോക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ അതിൽ പ്ലേസ് ചെയ്യാം. ചിക്കൻ അതിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വീണ്ടും കവർ ചെയ്യാം അലൂമിനിയം ഫോയിൽ കൊണ്ട്, കാരണം ഫുള്ള് ടൈറ്റായിട്ട് നിൽക്കണം, എയർ ടൈറ്റായിട്ട്. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 40 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ നമ്മളെ മന്തി റെഡിയാവും. 40 മിനിറ്റ്സിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചാർക്കോൾ വെച്ചൊന്ന് പുകയിച്ചെടുക്കണം. നമ്മളെ ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അത് തുറക്കുമ്പം തന്നെ എന്താ മണം അറിയാം. ഇതാ കണ്ട, ചിക്കൻ്റെ വേവൊക്കെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വീണ്ടും റൈസിലേക്ക് പ്ലേസ് ചെയ്യുക. റൈസിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നടുവിലായിട്ടൊരു ചെറിയ സ്റ്റീൽ പ്ലേറ്റോ ചെറിയ ബൗളോ വെച്ചിട്ട് കത്തിച്ച ചാർക്കോൾ അതിൽ വെക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി, അതൊന്ന് പുകഞ്ഞ് കിട്ടാൻ വേണ്ടിയിരിക്കണം. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് കവർ ചെയ്ത് വെക്കാം. 5 to 10 മിനിറ്റ്സ് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചാർക്കോൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സൽസൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ റൈസ് നമ്മൾ മിക്സ് ചെയ്യുമ്പം പതുക്കെ ചെയ്യണം. ബിരിയാണിയൊക്കെ വിളമ്പുന്ന പോലെ കൂടുതലായിട്ട് ഇളക്കി മറിക്കരുത്, അന്നേരം റൈസൊക്കെ പൊട്ടിപ്പോവും. ഇതിൽ സാവധാനം മിക്സ് ചെയ്യുക. റൈസെല്ലാം പൊട്ടാതെ നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.